ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു മിനു വിത്ത് വീട്ടിലിഗോ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഞാൻ ട്രീറ്റ്മെന്റിന്റെ കാര്യങ്ങൾ ഇങ്ങനെ എൻ്റെ വീട്ടിലിഗോ ജേണിയാണ് പറഞ്ഞുകൊണ്ടുണ്ടായിരുന്നത്. അതിനെക്കുറിച്ച് അതിന്റെ ലാസ്റ്റ് ഭാഗമായിട്ട് ഞാൻ പറയേണ്ടത് ട്രീറ്റ്മെന്റിന്റെ ലാസ്റ്റ് ഭാഗമാണ് കേട്ടോ. ഫൈനലായിട്ട് ഞാൻ ട്രീറ്റ്മെന്റിന് പോയ സ്ഥലം ഒരു സിദ്ധ വൈദ്യം. അത് ഫേസ്ബുക്കില് ഇൻസ്റ്റാഗ്രാമിലൊക്കെ കണ്ട് ആഡ് കണ്ടിട്ട് പോയതാണ്. പിന്നെ അത് കാണിച്ചതിന്റെ വിശേഷങ്ങളാണ് പറയാൻ പോണെ. അതിനു മുമ്പ് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ലൈക്കും കമന്റും ഷെയർ ഒക്കെ ചെയ്തിട്ട് നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ട് ഒന്ന് തരണം കേട്ടോ. വീഡിയോ കാണാൻ ഇഷ്ടമുള്ളവർ കാണുക, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്തോളൂ ബോറടിക്കുന്നുണ്ടെങ്കിൽ. അപ്പോ സിദ്ധവൈദ്യം അത് ഞാൻ കാണിച്ചിട്ട് അവർ കുറെ സ്ഥലങ്ങളിൽ പോകുന്നുണ്ട്. മൂവാറ്റുപുഴയാണ് അവരുടെ പ്രോപ്പർ പ്ലേസ്. അവർ പക്ഷെ കേരളത്തിലെ എല്ലാ ജില്ലകളിലും വന്ന് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ ഇവിടെ നമ്മുടെ മണ്ണുത്തിയിലാണ് അവർ ഇവിടെ വരുന്നത്. അങ്ങനെ മണ്ണുത്തിയില് ഡോക്ടറെ കാണിക്കാൻ വേണ്ടി പോയി. വൈദ്യരാണ്, കാണിച്ചു. അവര് പറഞ്ഞു ഇത് കുറച്ച് സമയം എടുക്കും, ഒന്നില്ലെങ്കിൽ ഇത് അക്സെപ്റ്റ് ചെയ്യുക, അതായത് എനിക്കിത് വീട്ടിൽ കൊണ്ടുവന്നത് അക്സെപ്റ്റ് ചെയ്യുക, അതല്ലെങ്കിൽ ട്രീറ്റ്മെന്റിന് വേണ്ടി ക്ഷമയോടുകൂടി കാത്തിരിക്കാൻ പറഞ്ഞു. ശരി, നമുക്ക് ട്രൈ ചെയ്യാം എന്ന് വിചാരിച്ചു. അവിടെ നിന്നാണ് എനിക്ക് എൻ്റെ ലൈഫിൽ ഏറ്റവും വലിയ അടി കിട്ടിയത്. എന്താന്ന് വെച്ചാൽ ഫുഡിന്റെ കാര്യത്തില്. ചോറും കഞ്ഞിയും അല്ലാതെ ഒരു സാധനവും അവരുടെ ഡിപ്പാർട്ട്മെന്റിൽ അല്ലെങ്കിൽ അവർ തരുന്ന ട്രീറ്റ്മെന്റ് ലിസ്റ്റിൽ എനിക്ക് കഴിക്കാൻ പറ്റാത്തതായി. വെജിറ്റബിൾസ് ആണെങ്കിലും നോൺ വെജ് ആണെങ്കിലും പലഹാരങ്ങളാണെങ്കിലും ബേക്കറി ഐറ്റംസ് ആണെങ്കിലും എന്താ പറയാ, എല്ലാം ഒരു വിധപ്പെട്ട ഒരു 100% ആഹാര സാധനങ്ങൾ നമ്മൾ കഴിക്കുന്നുണ്ടെങ്കിൽ 99% കഴിക്കാൻ പാടില്ലാത്തതാണ്. 1% മാത്രം നമുക്ക് കഴിക്കാം. ചോക്ലേറ്റ് കഴിക്കരുത്, ബേക്കറി ഐറ്റംസ് കഴിക്കരുത്, വെജിറ്റബിൾസിൽ കുറേ സാധനങ്ങളുണ്ട്, അത് കഴിക്കരുത്. ഫിഷ് ഐറ്റംസിൽ ചാള, അയില, നമ്മുടെ മത്തിയില്ലേ അത്, അയില, ചെമ്മീൻ, ഞണ്ട്, അങ്ങനത്തെ യാതൊരു വിധ സാധനങ്ങളും കഴിക്കാൻ പാടില്ല. ചിക്കൻ ഇതിലാണെങ്കിൽ, നോണിലാണെങ്കിൽ ചിക്കൻ, ബീഫ്, മട്ടൻ, റെഡ് ബീറ്റ്സ് അങ്ങനത്തതൊന്നും കഴിക്കരുത്. മീറ്റ് ഐറ്റംസ് പിന്നെ ഓക്കെ, എനിക്ക് വലിയ വിഷയമുള്ള കാര്യമല്ല. പക്ഷെ വെജിറ്റബിൾസ് പോലും നമുക്ക് കഴിക്കാം. ഫ്രൂട്ട്സ്, തണ്ണിമത്തൻ പോലും കഴിക്കരുത് അങ്ങനെ പറഞ്ഞു. അത് സ്റ്റാർട്ട് ചെയ്തു. 1 month മെഡിസിൻ എടുത്തു. ഞാൻ കഴിച്ചു, മെഡിസിൻ കഴിക്കുന്നുണ്ട്, ഫുഡ് കൺട്രോൾ ചെയ്യുന്നുണ്ട്. പക്ഷെ അവിടെ കാണിച്ചതിന് ശേഷമാണ് എനിക്ക് ഫേസിലോട്ട് വന്നു തുടങ്ങിയത്. അവരുടെ മെഡിസിൻ എടുത്തതിന് ശേഷമാണ് എനിക്ക് മുഖത്ത് ഇവിടെയൊക്കെ ചെറിയ പാടുകളായിട്ട് വന്നു തുടങ്ങി. അപ്പൊ ഞാൻ അവരെ വിളിച്ചു ചോദിച്ചു, പറഞ്ഞു എന്തെങ്കിലും പഥ്യം തെറ്റിച്ചിട്ടുണ്ടാവും അതുകൊണ്ടാണെന്ന് പറഞ്ഞു. ഇല്ല, പഥ്യം പറഞ്ഞതുപോലെയൊക്കെ തന്നെയാ കഴിച്ചത്, എന്തൊക്കെയാ കഴിച്ചതെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ശരി, നമുക്ക് നോക്കാം, എന്തായാലും ഒരാഴ്ച കൂടെ ഉള്ളൂ, മരുന്ന് കഴിക്ക് വരാൻ പറഞ്ഞു. അങ്ങനെ നെക്സ്റ്റ് മന്തും പോയി അവരോട് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എന്റെ കയ്യിലൊക്കെ ഫുള്ളായിട്ട് ആവുകയാണ്, എനിക്കിതിൽ യാതൊരു, അത് കൂടിയിട്ടേ കുറേ ഉള്ളൂ, പിന്നെ അതുപോലെ പഥ്യം തെറ്റിയിട്ടുണ്ടാവും എന്ന് പറഞ്ഞു. പക്ഷെ ഇല്ല, പഥ്യം ഞാൻ തെറ്റിക്കുന്നില്ല. ഞാൻ പറഞ്ഞതുപോലെ തന്നെ എനിക്ക് ചില സമയം സങ്കടം വരും, കരച്ചിൽ വരും. ഈ കഞ്ഞി മാത്രം നമ്മൾ കുടിക്കുന്ന, ഒരു അച്ചാറ് പോലും കൂട്ടാൻ പറ്റില്ല. അങ്ങനെയൊക്കെ ആയിട്ട് 2nd month മെഡിസിൻ കഴിച്ചു. 3rd month കാണിച്ചു. 3rd monthന്റെ പകുതി ആയപ്പോഴത്തേക്കും എനിക്ക് എന്റെ സമനില തെറ്റുന്ന അവസ്ഥയായി. എന്താന്ന് വെച്ചാൽ ഫുള്ള് പടരാൻ തുടങ്ങി. ഫുള്ളായിട്ട് ഇത് സ്പ്രെഡ് ആവാണ്. കണ്ണിലും മുഖത്തും മേത്തും കയ്യിലും കാലിലും ഒന്നും വേണ്ട, നമ്മുടെ ശരീരഭാഗങ്ങൾ ഏകദേശം ആയി കഴിഞ്ഞു. അങ്ങനെ പിന്നെ അതേപോലെ ഒരു ദിവസം ഇവിടെ പെയിന്റിങ് നടന്നുകൊണ്ടിരിക്കുക. അന്ന് വൈകിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ചൊറിച്ചിൽ വന്നു. എൻ്റെ മേല് ഫുള്ള് ചൊറിഞ്ഞിട്ട് എന്താ പറയാ, നമുക്ക് രക്ഷയില്ല. നിൽക്കാനും ഇരിക്കാനും കിടക്കാനും പറ്റാത്ത അവസ്ഥ എന്ന് പറയില്ല. അപ്പൊ തന്നെ ഞാൻ ഹോസ്പിറ്റലിൽ ഇവരെ വിളിച്ചപ്പോൾ പഥ്യം തെറ്റിയതാണ്, അല്ലാണ്ട് ഇങ്ങനെ വരില്ല. അപ്പൊ എന്താ കഴിച്ചു വെച്ചപ്പോ അന്ന് ഞാൻ സേമിയ പായസം കുടിച്ചിട്ടുണ്ടായിരുന്നു. പായസം കഴിക്കരുത്, പാലൊഴിച്ചതല്ലേ.
അതുകൊണ്ട് ചിലപ്പോ അലർജി ആയതാവാം. ഒരു ടാബ്ലറ്റ് എഴുതുന്നു, അത് കഴിക്കാൻ പറഞ്ഞു. പക്ഷെ ഞാൻ അപ്പൊ തന്നെ ഹോസ്പിറ്റലിൽ പോയി 2 ഇഞ്ചക്ഷൻ എടുത്തു, ടാബ്ലറ്റ് വാങ്ങി ഞാൻ വന്നു. പിന്നെ ഇങ്ങനെ ആയപ്പോ ഞാൻ ചോദിച്ചു, എന്താ ഇത് ഇങ്ങനെ ആവുന്നത്? എനിക്ക് ഒരിക്കലും പറ്റില്ല. എനിക്ക് മരിക്കാൻ തോന്നുക, എനിക്ക് ജീവിക്കേണ്ട, എനിക്ക് ആത്മഹത്യ ചെയ്യാൻ തോന്നുക. എന്റെ കുഞ്ഞുങ്ങളെ ആലോചിച്ചിട്ട് മാത്രമാണ് ഞാൻ ഒന്നും ചെയ്യാതിരിക്കുന്നത്. നിങ്ങൾ എന്താ ഇങ്ങനെ, ഈ മെഡിസിൻ കഴിച്ചപ്പോഴാണല്ലോ എനിക്ക് ഇത്രയും പ്രശ്നങ്ങൾ വന്നേന്ന് ചോദിച്ചപ്പോ ഒരു പറഞ്ഞു എന്തൊക്കെയാ കഴിച്ചതെന്ന് ചോദിച്ചു. കഴിച്ചത് പറഞ്ഞു, അയ്യോ തണ്ണിമത്തൻ കഴിച്ചു അല്ലെ, തണ്ണിമത്തൻ ഇതിന് ഓപ്പോസിറ്റ് ഫുഡാണ്, കഴിക്കാൻ പാടില്ല, പിന്നെ എന്താ മനുഷ്യൻ കഴിക്കുന്നത്? അങ്ങനെ കുറെ ആയപ്പോ ഞാൻ സുലാൻ പറഞ്ഞു നിർത്തി, എന്നെ കൊണ്ട് പറ്റില്ല, കാരണം ആവുകയാണെങ്കിൽ ആയിക്കോട്ടെ, മനുഷ്യന് ഇത് ഇങ്ങനെ ടെൻഷൻ അടിച്ച് ചാവാൻ പറ്റൂ. അന്ന് മുതൽ ഞാൻ അതിന് മുമ്പും നമുക്ക് ടെൻഷൻ ഉണ്ട്, കരയുന്നുണ്ട്, വിഷമിക്കുന്നുണ്ട്, കുറെ ഏട്ടനോട് പറഞ്ഞ് കരയും, അങ്ങനെയൊക്കെ ആയിരുന്നെങ്കിൽ പോലും മടുത്തു. എനിക്ക് ജീവിക്കേ വേണ്ട എന്നുള്ള അവസ്ഥയിലേക്ക് ഞാൻ എത്തിപ്പെട്ടു. പക്ഷെ എനിക്ക് എന്റെ മക്കളില്ലേ, അവരുടേത് നമ്മൾ ആലോചിക്കേണ്ടതെന്ന് വെച്ചിട്ട് ഞാൻ ട്രീറ്റ്മെന്റ് അവിടെ നിർത്തി. അവരോട് ഞാൻ വിളിച്ചു പറഞ്ഞു, ഇനി ഞാൻ ട്രീറ്റ്മെന്റിന് വരുന്നില്ല. ഇങ്ങനെ തന്നെ ഞാൻ പറഞ്ഞു, ചെയ്തു തന്നിടത്തോളം എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. എന്താന്ന് എനിക്ക് അറിയില്ല, ഞാൻ അവരോട് എന്റെ അപ്പത്തെ ഇമോഷൻസ് കൊണ്ടായിരിക്കാം, പക്ഷെ നമുക്ക് നമ്മളെ ഇങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചു ആ മെഡിസിൻ. അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് അവർക്ക് ആദ്യമേ പറയായിരുന്നു, ഇത് കഴിച്ചു കഴിഞ്ഞാൽ കൂടിയിട്ട് കുറയും എന്നുള്ളതോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അവർക്ക് പറയായിരുന്നു. പക്ഷെ ഇതൊന്നും പറഞ്ഞില്ല, നമ്മളത് ഉൾക്കൊണ്ടുമില്ല. അങ്ങനെ അതിനുശേഷം എനിക്ക് ഭയങ്കര ടെൻഷനും പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു. ഒരു ദിവസം പോലും ഞാൻ കരയാത്തതില്ല. അങ്ങനെയൊക്കെ ഇങ്ങനെ തള്ളി നീക്കി പോയി. അങ്ങനെയാണ് ഞാൻ ട്രീറ്റ്മെന്റ് അവസാനിപ്പിച്ചു. എന്റെ ട്രീറ്റ്മെന്റ് ജേർണി ഇവിടെ അവസാനിക്കുകയാണ്. ഇനി ഞാൻ അനുഭവിച്ച മാനസിക അവസ്ഥകളും പ്രശ്നങ്ങളായിട്ട് ഞാൻ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ചെയ്യാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ കമന്റ് ആയിട്ട് ചോദിച്ചോളൂ. അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം ഉണ്ട്, സ്നിജിൽ മീനാക്ഷി എന്നാണ് പേര്, അതില് മെസ്സേജ് ആയിട്ട് ഇട്ടാലും എനിക്ക് സമയം കിട്ടുന്നതിൽ ഞാൻ റിപ്ലൈ ചെയ്യാം. എന്തായാലും ഇത്രയും നേരം എന്നെ കേട്ടിരുന്നതിൽ ഒരുപാട് സന്തോഷം. സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ കുഞ്ഞു ചാനലൊന്ന് സപ്പോർട്ട് ചെയ്ത്, നിങ്ങളുടെയൊക്കെ ഓരോ കമന്റും ഓരോ ലൈക്കും ഓരോ ഷെയറും ഓരോ സബ്സ്ക്രൈബേഴ്സും എനിക്ക് അത്രയും വാല്യുബിൾ ആണ്. ഞാൻ നിങ്ങളെയൊക്കെ മാനിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, എല്ലാവരെയും പ്രാർത്ഥനയിൽ ഓർക്കുക. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വരാം. ബൈ ബൈ.